അവള് സൈക്കിൾ ചേർത്താണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിച്ച ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ലഞ്ചാണ്. 400 റുപ്യാണ് അത് ഒരു പ്ലേറ്റിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ്, സാലഡ്സ് തന്നെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്, വെജിറ്റബിൾസ് ഒരുപാട്, അതേമാതിരി തന്നെ റൈസ് ഐറ്റംസ്, പുലാവ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അതേമാതിരി നമ്മുടെ സാധാ ചോറ്, അതിന് കുറേ കറികൾ, അതേമാതിരി നോൺ വെജും വെജിറ്റേറിയനും എല്ലാം ഉണ്ട്. എല്ലാം എത്ര വേണമെങ്കിലും എടുക്കാമെന്നുള്ളതാണ്. എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. നിങ്ങൾക്ക് എത്ര വയറ് നിറഞ്ഞാൽ വയറ് പൊട്ടണ വരെ കഴിക്കാം. ഇതൊക്കെ ഒരു പ്രത്യേകതരം എന്ത് മരങ്ങളാണെന്ന് അറിയില്ല, പ്രത്യേകതരം മരങ്ങളാണ്. സൈക്കിളില്ല? പാട ഒരു സൈക്കിളുണ്ട്. നോ, വി നീഡ് 3. ಗೊತ್ತಾಯ್ತು, ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್. ಗೊತ್ತಾಯ್ತು, ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್. ಗೊತ್ತಾಯ್ತು. ഓക്കെ, താങ്ക് യു. ആ വണ്ടി നമുക്കും വണ്ടി കൊണ്ടുപോകാൻ ഇല്ല, അതൊക്കെ ഇതിനകത്ത ആൾക്കാരുടെ വണ്ടിയാണ്. നമുക്ക് പ്രൈവറ്റ്. അപ്പോൾ ഒരുപാട് ഇവിടുത്തെ ഈ അകത്ത് എംപ്ലോയീസും ഇല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലുമൊക്കെ ജോലിക്കാരുടെയൊക്കെയാണ് ഈ വണ്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കണത്. നമുക്ക് നമ്മളെ വണ്ടി ഉള്ളിൽ കൊണ്ടുവന്നു നമ്മൾ, പക്ഷേ അതൊരു പാർക്കിംഗ് ഏരിയയിൽ നമുക്കത് വെക്കണം. ഇവരുടെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നത് പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് വരുമ്പോൾ അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് സൈക്കിളിൽ വരാം, ഇല്ലെങ്കിൽ നടന്ന് കാണാം. നമുക്ക് ബസ് ഉണ്ട്, പക്ഷേ ബസ് ഇപ്പോൾ ഏത് വഴിക്ക് ഇപ്പോൾ വരുന്നതെന്ന് നമുക്കറിയില്ല. ബസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സർവീസ് ചെയ്യുന്ന ബസ്സുകൾ, അല്ലാതെ പ്രൈവറ്റ് വേറെ വണ്ടികളൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ ബസ്സുകളുണ്ടാവും അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ കോട്ട്. നമ്മളിപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. അത് ഇതും കഫ്റ്റേരിയാണോ? ഇതെന്താണ്? ഇതാണ് ക്രോസ് ചെയ്തത് അല്ലേ നമ്മൾ കഫ്റ്റേരിയയിലേക്ക്. പക്ഷേ ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഓക്കെ. ഇത് അവിടെ ഒരു പ്ലേയിങ് ഏരിയയാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിബോൾ കളിക്കുന്ന ഒരു കോർട്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്. അതേപോലെ ആ കാണുന്ന ബിൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് തിയേറ്ററും കാര്യങ്ങളുമൊക്കെ. അവിടെ തിയേറ്റർ ഉണ്ടാവും. അപ്പോൾ തിയേറ്ററിൽ സിനിമയൊക്കെ കാണിക്കാറുണ്ട് ഇവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. ഇതൊരു ബിൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിക്രിയേഷൻ ഇതാണ്, ഒരു ക്ലബ്ബ് എന്ന് പറയാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്യാരംസോ, പിന്നെന്തെങ്കിലും ക്യാരംസ്, പിന്നെന്തൊക്കെയാണ് ചെസ്സോ, ബൗളിങ്, ഷട്ടിൽ ഈ ഇൻഡോർ സ്റ്റേഡിയം, ഒരു ഷട്ടിൽ കോക്ക് കളിക്കുന്ന ഒരു ഇതുണ്ട്, കോർട്ടുണ്ട്. ഇവിടെ ജിമ്മുണ്ട്. ഇവിടെ ഒരു ഫാർമസി, എല്ലാ സൗകര്യവും. നമ്മുടെ ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പൈസ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇത് നമ്മുടെ ലോണ്ട്രി ഇതാണ്, ഓഫീസാണ്. ഇവിടെ ഓഫീസല്ല, തുണികൾ അലക്കുന്ന സ്ഥലം. ഇതൊക്കെ നമുക്ക് തുണികൾ, ഇവിടുത്തെ എംപ്ലോയീസിന് തുണികളൊക്കെ ഇവിടെ കൊടുക്കാം. അതിന് ഓരോന്നിനും ഇവിടെ താമസിക്കുന്നവർക്ക് ഇവിടെ കഴുകാനൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ്, ഇവിടുത്തെ താമസിക്കുന്ന സ്റ്റാഫുകളും മറ്റും. അപ്പോൾ ഇതിനൊക്കെ ഓരോ ചാർജ് ഉണ്ട്. കഴുകാനൊരു ചാർജ്, അത് മടക്കി കൊടുക്കാനൊരു ചാർജ്, ഇസ്തിരിയിട്ട് കൊടുക്കാൻ വേറൊരു ചാർജ്, അങ്ങനെയൊക്കെയാണ്. ഇത് ഫുള്ള് അങ്ങനെ ഒരു ഏരിയയാണ്, വാഷിംഗ് ഏരിയ. ഇവിടുത്തെ താമസക്കാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളുടെ അക്കോമഡേഷൻ റെഡി ആവുന്നവരെ ഇവിടെ താമസിക്കാം എന്നൊക്കെ എംപ്ലോയീസ്. അങ്ങനെയുള്ളവർക്കും ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെയാണ് അവരൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ കൊടുക്കുക, കഴുകാനും മറ്റും.
ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഓരോ എംപ്ലോയീസും അവരവരുടെ അച്ഛനും അമ്മയും കൊണ്ട് നടക്കുന്ന കാഴ്ചകളാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ മകളുടെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ളവർക്കേ ഇത് പറ്റുള്ളൂ, ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യം കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നവരുടെ പാരൻസിനെ അവർക്ക് അതേ അലൗഡുള്ളൂ. വേറെ അല്ലാതെ അവരുടെ സിബ്ലിങ്സ് പറ്റുമോ? അവരുടെ കൂടപ്പിറപ്പുകളെ കൊണ്ടുവരാം. ഇമ്മീഡിയറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അതുമാതിരി അച്ഛൻ അമ്മ ഇല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ, അവർക്ക് ഗ്രാൻഡ് പാരൻസ് അങ്ങനെയൊക്കെ പറ്റും. അല്ലാത്ത വേറെ ആൾക്കാരൊക്കെയൊന്നും റിലേറ്റീവ്സിനെയൊന്നും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊരു ഷോപ്പിംഗ് സെൻ്ററാണോ? ഷോപ്പിംഗ് സെൻ്ററാണോ? ആൾക്കാരുണ്ടേ. ഓ, ഇവിടെ കുറേ സോപ്പ് വാങ്ങിക്കണം. സോപ്പ് സോപ്പ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഷോപ്പിംഗ് ഇതാണ്. പൊട്ടുപടി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങൾ, എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. ഞങ്ങളും പാലക്കാട് നിന്ന് വരുമ്പോൾ സോപ്പ് എടുക്കാൻ മറന്നു. ഞങ്ങൾക്കും സോപ്പ് വാങ്ങിക്കണം. ഓ വാ, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഡസ്റ്റ്ബിന്നിലിടാം. ഇവിടെ ഉണ്ട് ഒരു ATM. അവിടെ നമുക്ക് ക്യാരംസ് കളിക്കണമെങ്കിൽ കളിക്കാം. ടേബിൾ ടെന്നീസ് ഉണ്ട് ഇവിടെ. വലിയൊരു സംഭവമാണ്, കുറേ ഏരിയ ഉണ്ട്. നമുക്കെന്താ ക്യാരംസ് കളിക്കണോ? ഓ എന്തിന്? ടൈമില്ല, ഞാൻ വെറുതെ തട്ടാലോ ഒന്ന്. അതിലില്ല, അതിനൊന്നും വേണ്ട. അപ്പോൾ ഇപ്പോൾ കോയിൻസൊക്കെ നമ്മൾ ഇതിന് കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പോയിട്ട് അവരിൽ നിന്ന് കോയിൻസൊക്കെ വാങ്ങിയിട്ട് വരണം. ഇവിടെ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു കോയിൻസ് പോലും ഇവിടെ വെറുതെ അങ്ങനെ അനാമത്തിൽ ഇടില്ല എന്നുള്ളതാണ്. വെറുതെ ഇതാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ കളിച്ചവർ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകും. ഇവിടെ അതടക്കം കണക്ക് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ട് വരണം. ആ 9 വൈറ്റും ഇതും അതേമാതിരി റെഡ്, അതിൻ്റെ സ്ട്രൈക്കറും ഒക്കെ, അതൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് സൂക്ഷിക്കേണ്ട അവിടെ സൂക്ഷിക്കും. അങ്ങനെയൊക്കെയാണ്. നമ്മൾ മേലെ ഒന്ന് പോവാം. മേലെ എന്താണെന്ന് അറിയില്ല. ജിമ്മാണ് അല്ലേ? ജിമ്മുണ്ട്. അപ്പോൾ മേലെ ജിമ്മൊന്ന് കാണാം. വാവ്, സൂപ്പർ. വാവ്, വെള്ളമാണ് ഇവിടെ ഫുള്ള്. വെള്ളം ഇതിലൊക്കെ ഒന്ന് കാണാം. രസമായിട്ടുള്ള കാഴ്ച, അടിപൊളി, നല്ലൊരു വൈബ്. ഇതാ ഇവിടെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അല്ലതേ, അത് ചായ കുടിക്കാം. ഇതൊരു ഇത് തന്നെ കഫ്റ്റേറിയ മാതിരി തന്നെയാണ്. കോഫി അങ്ങനെയൊക്കെ വലുതും. ജിമ്മിൽ വരുന്നവർക്കും ഒക്കെ ഇവിടെ വന്നിരുന്ന് ഒരു എന്തെങ്കിലും ഒരു ബൈറ്റ് കഴിക്കാം. ഇവിടേക്കൊരു സ്റ്റെയർ കേസ് മാതിരി, ഇതെന്താണെന്ന് അറിയില്ല. ഓക്കെ. ഓക്കെ, നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ തന്നെയാണ്. എന്തോ അല്ലേ, ഒറിജിനലാ? ഓ അല്ല, ഞാൻ പറഞ്ഞില്ലേ മാറ്റാണത്. പിന്നെന്താ, അത് കണ്ടാ അറിയുന്നില്ലേ? ഇല്ലില്ല, അത് കാണുക. ഞാൻ ദൂരത്തു നിന്ന് എനിക്ക് മനസ്സിലായി.
എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെക്കും. എന്നിട്ട് ആരെങ്കിലും ഇതാവും. ഓരോ സാധനങ്ങളും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം, ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പല വീടുകളിലും ഇത് മതിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കും. എന്നിട്ട് അവിടുത്തെ വീട്ടമ്മമാർ അതിനെ പഴിക്കും, അതിനെ ഇതെന്താണിത് അത് എന്ന് പറഞ്ഞിട്ട് അതിനെ വെട്ടിക്കളയും. പക്ഷേ ഇവിടെ അതിനെ കൂടെ ഒരു കൗതുകകരമായിട്ടുള്ള രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുണ്ട്. ഇതും ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് താഴേക്ക് എവിടെ നോക്കിയാലും. അവിടെയും ഒരു കുട്ടി അവരുടെ പേരൻസിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ചെടിയും വരത്തൊക്കെ നമ്മളെ എടുക്കും. എവിടെ എത്ര ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂറായി. നമ്മൾ എവിടെ ആയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും നമുക്ക് നടക്കും തോറും പിന്നെയും പുതിയ സ്ഥലങ്ങൾ, രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ, വളരെ തണൽ വിരിച്ച സ്ഥലങ്ങൾ, വളരെ ജലാശയങ്ങൾ, ചെറിയ ഫൗണ്ടൻസ്, ഒരുപാട് സംഭവങ്ങൾ, മീൻ വളർത്തുന്ന കുറേ കുളങ്ങൾ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അതേമാതിരി ഇങ്ങോട്ടൊക്കെ നോക്കൂ, ഭയങ്കര രസമായിട്ടുള്ള ഒരു വൈബുള്ള സ്ഥലം, വളരെ രസകരമായിട്ടുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ നമുക്കൊരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. അടിപൊളി സെറ്റപ്പ്. ഇത് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഇവരുടെ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ആണല്ലത് അല്ലേ? അതാണ് ഓഫീസ് കെട്ടിടമൊക്കെ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇൻഫോസിസ്. നമ്മളിപ്പോൾ ഒരു സിനിമയായാലും എന്തായാലും ഇത് കാണിക്കുമ്പോൾ ആദ്യം ഇവിടെയാണ്. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ, കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ മെയിൻ ആ ബിൽഡിങ്ങാണ് കാണിക്കുക. രസകരമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓ, എനിബഡി ഈസ് ദർ? സംബഡി ഈസ് ദർ? വേണ്ട. അത് ആ ബോൾ എടുത്ത് ഇതായിട്ട് ആ ഫുള്ള് ഇത് വീഴ്ത്തണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ബൗളിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ് ഒരു പ്രാവശ്യം അത് കളിക്കാൻ. ഇനി നമുക്ക് ജിമ്മൊന്ന് നോക്കാം. ഇവിടുത്തെ വേറെ ഹൗസോ? എയറോബിക്സാ? ഓ, ഇവിടെ ഇത് എയറോബിക്. ഇത് നമുക്ക് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ്. മ്യൂസിക്കൊക്കെ കേട്ടിട്ട് നമുക്ക് മ്യൂസിക്കിനനുസരിച്ച് ഡാൻസും. ഇത് അവിടുന്ന് ആ ബാസ്ക്കറ്റ് ബോൾ കോർട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ടതാണ് ഈ 2 ബാസ്ക്കറ്റ് ബോൾ കോർട്ട്. ഇത് എപ്പോഴും ക്ലീനിങ് ഒക്കെ എല്ലാ ശനിയാഴ്ചയും ക്ലീൻ ചെയ്യുന്നു തോന്നുന്നു. ശനി ഞായറും ഒക്കെ ഇത് ചെയ്യുന്നതാണ് ഇവിടെ. നമുക്ക് ജിമ്മിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. നോട്ട് അലൗഡ്, ഇറ്റ്സ് ലോക്ക്ഡ്. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ജിമ്മ്. ഓക്കെ, വലിയൊരു ജിമ്മാണ്, എല്ലാ എക്വിപ്മെൻറ്റുകളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 2nd ഫ്ലോർ അല്ലേ? ലിഫ്റ്റ് അത് ഇവിടെ നിങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ ദാഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ആ ഡ്രിങ്കിങ് വാട്ടർ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ ഗ്ലാസ്സും എല്ലാം ഉണ്ടാവും. അതെല്ലാം ഉപയോഗിച്ച് വെള്ളം വേണമെങ്കിൽ കുടിക്കാം. സെക്കൻഡ് ഫ്ലോറിൽ ജസ്റ്റ് ടക്കെന്ന് കണ്ടിട്ട് 0ലേക്ക് പോവാട്ടോ.
ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണോ? ഇവിടെ സ്നൂക്കർ, അങ്ങനത്തെ സ്നൂക്കർ എന്ന് പറഞ്ഞാൽ ബില്ലിയാർഡ്സ് എന്നൊക്കെ പറയും, അങ്ങനത്തെ അതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്, ക്ലോസ്ഡ് ആണ്. ഇതൊന്നും ഇപ്പോൾ ഇനിയിപ്പോൾ 3 മണിക്കൊക്കെ ഇത് തുറക്കുള്ളൂ. കാരണം ഇപ്പോൾ ഇവരുടെ ലഞ്ച് ബ്രേക്കാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു 3 മണിക്ക് വന്ന് ഇതൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ അതിപ്പോൾ തുറന്ന് ഉള്ളിലേക്ക് പോയാൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ പിടിയൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ടേബിൾ കണ്ടു, അത് അത്ര തന്നെ ഉള്ളൂ. അത് കളിക്കാൻ അറിയുന്നവർക്ക് അതിൻ്റെ ഒരു കൗതുകം ഉണ്ടാവും. നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് പിന്നെ വലിയ കൗതുകമൊന്നുമില്ല, അതൊന്ന് കണ്ടു എന്ന് മാത്രം. ഇവിടുന്ന് ഈ 1-2 നില മുകളിലേക്കൊക്കെ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്, നല്ല സീനറികളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കണം, നമുക്ക് എന്താ സംഭവം എന്നൊക്കെ. ഏത് കിട്ടണോ? ദൂരെ കുറച്ച് സൈക്കിളുകളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം, അവിടെ അടുത്ത് പോയിട്ട് അതെന്താണ്, നമുക്ക് എടുത്ത് ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് സൈക്കിൾ എടുത്തിട്ട് ഇത്തിരി എന്തെങ്കിലും എവിടേക്കെങ്കിലും പോവാന്നുണ്ട്, നോക്കട്ടെ. സൈക്കിൾ അവിടെ നിരന്ന് നിൽക്കണത് ഇത് മുഴുവൻ സൈക്കിളാണ് മക്കളെ, സൈക്കിള്. സൈക്കിളോ സൈക്കിൾ, ഇതാ അതാ 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 അപ്പം ഓരോരുത്തർ സൈക്കിളിൽ ചവിട്ടാതെ പോകുന്നു സൈക്കിളോ. അവിടുന്ന് ഇറങ്ങിയതാണ്. ഇവരിങ്ങനെ 2 ആൾ വരുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. ഇതാ ഇഷ്ടം പോലെ സൈക്കിൾ, ഏത് സൈക്കിൾ വേണമെങ്കിൽ ഇനി ഇന്ന കളറെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ഒരേ കളറാണ്. അപ്പോൾ ആ കളർ സൈക്കിളൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഒരു കൊതി സൈക്കിൾ ചവിട്ടാൻ. അപ്പോൾ കുറച്ച് ദൂരം സൈക്കിളിലൊന്ന് പോയിട്ട് വരാം. എത്ര ദൂരം പോകുന്നൊന്നും അറിയില്ല, ഇതൊരാഗ്രഹമാണ്. സൈക്കിൾ എടുത്തിട്ട് ഈ റോഡിൽ കൂടെ ഒന്ന് ചവിട്ടാനുള്ള ഒരാഗ്രഹം. എന്തായാലും വളരെ കാലങ്ങൾക്ക് ശേഷമാണ് സൈക്കിളൊക്കെ ചവിട്ടുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ഓടിച്ചിട്ട് വരാം. അല്ല, നമുക്ക് ഇങ്ങനെയും പോവാ, ഈ വഴി പോവാ. വരട്ടെ. വണ്ടി 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 അറിയോ? അതന്നെ വാങ്ങിച്ചാൽ അവിടെ നോക്കാം, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ചമ്മ വഴിയിൽ നോക്കാൻ. അപ്പോൾ ഞാൻ കുറച്ചൊരു ദൂരം ഓടിച്ചു. ഇനിയിപ്പോൾ അധിക ദൂരമൊന്നും പോയില്ല, കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചിട്ട് തിരിച്ച് പിന്നെയും ഇതാ വന്നു. കാരണം ഒരുപാട് ഓടിച്ച് നമുക്കൊന്ന് ലക്ഷ്യമൊന്നുമില്ല സൈക്കിൾ ഓടിച്ചിട്ട് എവിടേക്ക് പോകണം എന്നുള്ളത്. 3 ആൾക്കും കൂടെ ആദ്യം വിചാരിച്ച് 3 ആൾക്കും കൂടെ ഓരോ സൈക്കിൾ എടുത്തിട്ട് കുറച്ച് ദൂരം 3 ആൾക്കും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് പോവാമെന്ന്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മാത്രമൊന്ന് എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു, അത്രയേ ഉള്ളൂ. സൈക്കിൾ നമുക്ക് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം, തിരിച്ച് വെക്കണം, അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. സൈക്കിൾ നമ്മൾ ഇവിടെ നിന്നും എടുത്ത് ചവിട്ടി വേറെ എവിടേക്കെങ്കിലും പോയി അവിടെ നമ്മൾ കുറേ സമയം നമുക്ക് ചിലവഴിക്കാനുണ്ട്. അവിടെ നമ്മൾ ആ സൈക്കിൾ ഒരു ഭാഗത്ത് വെച്ചാൽ മതി. അത് വേണ്ട അവിടുന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെടുത്തിട്ട് പോയിക്കോളും. അങ്ങനെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം, എടുത്തവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വിസിറ്റേഴ്സൊന്നും അലൗഡ് ആണോ അറിയില്ല, ലോക്ക്ഡ് ആണത്. ഇറ്റ്സ് ലോക്ക്ഡ്. അതോ പുഷ് ചെയ്ത് നോക്ക്. അല്ലല്ലോ, ചോദിക്കുക. വി ക്യാൻ ആസ്ക്. അതുകൊണ്ടല്ലേ അവർ തുറന്നു വെച്ചിരിക്കുന്നത്. ഇവിടെയും കുടകൾ, ഇപ്പുറത്ത് കുടകൾ, ഇപ്പുറത്ത് കുടകൾ. കുട എടുത്ത് നോർത്തി നോക്കിക്കോ, എടുത്തിട്ടൊന്നും പോകരുത് കേട്ടോ. വാ മുത്തുക്കുട ജോലി എന്തു. ഓ തിയേറ്റർ അല്ലേ? ഓ ഇവിടെയാണ് തിയേറ്റർ. എല്ലാ ഫ്ലോറിലും ഉണ്ട് തിയേറ്ററുകൾ. ഇത് അവിടെ സ്ക്രീൻ 3.
അതേപോലെ സ്ക്രീൻ 1, സ്ക്രീൻ 2, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇത് വേണ്ട വേണ്ട അതൊന്നും പോണ്ട. ഒന്നും കാണില്ല. തിയേറ്റർ ഇത് സ്ക്രീൻ 1 വേണ്ട. അവിടെ എന്തായാലും വന്നാലേ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്താണ് സെക്കൻഡ് ഫ്ലോറിൽ. അത് ലിഫ്റ്റിൽ പോകുമ്പോൾ ഒരു രസമുണ്ട് നോക്കിയോ, ആ ഗ്ലാസ്സുകൾ അതിങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് തുറക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റ് ചെയ്യുമോ നീ? ഓ 4 പോ ആദ്യം, എന്നിട്ട് 3, 2, 1 അങ്ങനെ വരാം. വാവ്, അങ്ങനെ ഞങ്ങൾ 4ാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളിൽ. 4ാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. ആഹാ ആഹാ, അതിമനോഹരമായിട്ടുള്ള കാഴ്ച. വാവ്, എല്ലാ ഫ്ലോറിലും ഇതൊക്കെ തന്നെ. 4ാമത്തെ ഫ്ലോറിൽ നിന്ന് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ആ ഒരു താഴെയുള്ള ആ ദൃശ്യങ്ങൾ, നമ്മൾ ഇപ്പോൾ സൈക്കിൾ എടുത്ത സ്ഥലം ഇതിൽ കണ്ടോന്നറിയില്ല, ഞാനൊന്ന് സൂം ചെയ്യാം. അതാ നമ്മൾ സൈക്കിള് വെച്ച സ്ഥലം. താഴെ കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഇവിടെ ഇതാണ് തിയേറ്റർ. അതിവിശാലമായിട്ടുള്ള തിയേറ്ററാണ്. സൂപ്പർ തിയേറ്റർ, സൂപ്പർ. എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അതിലിപ്പോൾ. അടിപൊളി. ഇതിപ്പോൾ ഇന്ദുവൊക്കെ അവിടെ ഇൻഫോസിസിൽ വന്ന് സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. അടിപൊളി, നന്നായിട്ടുണ്ട്. ഇനി ഈ വഴികൾ നല്ല വഴികൾ. എന്താ രസം അല്ലേ. ഒരു ചിത്രം പോലെയുണ്ട്, ഒരു നല്ലൊരു പെയിൻറ്റിങ് പോലെയുണ്ട് കാണാൻ. വേണ്ട, എന്തെല്ലാം ഓരോരോ ടർഫ്, ഓരോ അതൊക്കെ ഓഫീസസാണ്. അത് ക്രിക്കറ്റ് ഇവിടെ അല്ല, ഇത് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് അപ്പുറത്ത് ഗ്രൗണ്ട് കാണാൻ പറ്റും. ഞങ്ങളുടെ മാരത്തോണും അതൊക്കെ നടന്നത് ഇവിടെ ക്രിക്കറ്റ് പിച്ചൊക്കെ കാണുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. ക്രിക്കറ്റ് ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇത് കണ്ടോ, നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. അതേമാതിരി ഒരു ക്രീസ് ഇവിടെ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടല്ല കേട്ടോ, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടല്ല, ഇതൊരു പ്രാക്ടീസിങ് ഏരിയയാണ്. അതേമാതിരി തന്നെ ഇവിടെ ഫുട്ബോൾ ഇത് കാണാം, ഗ്രൗണ്ട്. ഇതും ആൾക്കാർ ഇവിടെ ഇവർ തന്നെ സ്റ്റാഫോ അല്ലെങ്കിൽ എംപ്ലോയീസൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കളിക്കുന്ന ഒരു, കാരണം വെച്ചാൽ കുറേ കോർട്ടുകളുണ്ട്, ഫുട്ബോൾ കോർട്ട്. ആ തലങ്ങും വെലുങ്ങും ഒക്കെ നിന്ന് അതേപോലെ സ്റ്റേഡിയമാണ്. ഓ, ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് സോനു നിഗം വന്ന്, പാട്ടുകാരൻ സോനു നിഗം വന്ന് ഒരാഴ്ച മുമ്പാണ് വന്നതൊക്കെ ഇവിടുത്തെ. അപ്പോൾ അന്നത്തെ ഈവനിങ് ഇതൊക്കെ ഫങ്ഷനും പരിപാടികളും ഒക്കെ ഇവിടെ ആയിരുന്നു. അതൊരു സ്റ്റേഡിയമാണ്. അവിടെ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന പിച്ച്, അതൊരു ബലൂൺ. ഇവിടെ നമ്മള് അന്ന് കോക്കോ, ഞങ്ങളുടെ ലഗോരി, ഈ ഒരു വഴി നോക്ക്, അടിപൊളി പാത്ത് അല്ലേ. ആഹാ, സൂപ്പർ. ഇതാ ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ടും അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ ഇപ്പോൾ കാണിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ നേരത്തെ നടത്തത്തിന് ശേഷം നമ്മളൊന്ന് ഇത്തിരി ഇരുന്നിരിക്കുകയാണ് ഇവിടെ. കാരണം കണ്ടമാനം നടന്നു. ക്ഷീണിച്ചു അല്ലേ. നല്ല ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിക്കറ്റ് പ്രാക്ടീസ് ഏരിയ കണ്ടു. പ്രാക്ടീസ് ചെയ്യുന്ന ഇത് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇവിടെ അവരുടെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇവിടെ എപ്പോഴും ക്രിക്കറ്റ് കളി നടക്കാറുണ്ട്.
അപ്പോൾ ആ പിച്ചും കാര്യങ്ങളൊക്കെ അവർ വെള്ളമൊഴിച്ച് അതിനെ നനയ്ക്കുമൊക്കെയാണ്. എന്ത് രസമായിട്ടാണ് ഈ ഒരു ക്യാമ്പസ് വെച്ചിരിക്കുന്നത്. വളരെ അത്ഭുതമായിട്ട് ഇത്രയും വലിയ ഒരു ഏരിയ ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ഏതിലേ പോയിട്ട് നമ്മൾ ഏതിലേ വരിക എന്ന് ഇവിടെ ജോലി ചെയ്യുന്നവർ തന്നെ പല സ്ഥലത്തു നിന്നും പല സ്ഥലത്തേക്കും പോകാൻ അറിയാതെ പലരോടും ചോദിക്കുന്നത് കേട്ടു. എന്ന് വെച്ചാൽ അവർ സ്ഥിരമായിട്ട് വർക്ക് ചെയ്ത സ്ഥലം അവർക്ക് അറിയാൻ പറ്റുന്നില്ല, പല ഏരിയയിൽ നിന്നും അവിടേക്ക് എങ്ങനെ പോവുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ കുറേ ഏരിയകളൊക്കെ ഉണ്ട്. പല വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവർ അവർക്ക് അറിയാൻ പറ്റാതെ ഇവിടേക്ക് വരാൻ പറ, നമ്മുടെ അടുത്ത് വരാൻ പറ ഇവിടേക്ക്. ആ ഓക്കെ. ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള അവിടെ ഇതും ഒരു പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു ഇതാണ്. ഇത് അവർക്ക് ഇരിക്കാനുള്ള ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അവിടെ പ്രോഗ്രാം നടക്കും. ഇവിടെ തട്ടായിട്ട് നമുക്ക് ആൾക്കാർക്ക് ഇരുന്ന് അത് ആസ്വദിക്കാം ആ പ്രോഗ്രാംസൊക്കെ. വളരെ ഭംഗിയുള്ള അവിടെയൊക്കെ തണലത്ത് കുറേ ആൾക്കാർ ഇരിക്കണതാണ്. കുഞ്ഞു അമ്മയെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്നിട്ടൊക്കെ പോവാ. അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാന്നാ വിചാരിച്ചത്. ഇതിപ്പോ ഇങ്ങനെ പോയിക്കൂടെ, എന്നിട്ട് അങ്ങനെ പോവാ. അവിടെയാണ് ഫുഡ് കോർട്ട്, അങ്ങോട്ട് പോകണ്ടോ? അപ്പോൾ പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചും വരാം. ഇരിക്കണോ? അത് ആ ചെയറിലിരിക്കാമല്ലോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ ഉണ്ട്. ഇവിടെയൊക്കെ നോക്ക്, ഈ വഴികളൊക്കെ എന്ത് രസം അല്ലേ. ഫുള്ള് തന്നെയാണ്. നമ്മൾ ഇനിയും നമ്മളിപ്പോഴും കാൽഭാഗേ കണ്ടിട്ടുള്ളൂ. ഹായ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ അവിടുത്തെ ഒരു സ്റ്റാഫിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു സ്നേഹം പുള്ളി പ്രകടിപ്പിച്ചു. ഇവളിപ്പോൾ എപ്പോഴാണ് അവൻ നടന്നിങ്ങോട്ട് എത്തുക. ആ മരങ്ങളൊക്കെ ഇത് തന്നെ വളർന്നതോ അതോ കൃത്യമായിട്ടുള്ള അകലത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇതിലൊക്കെ വെച്ചിരിക്കുന്നതോ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം അത്രയ്ക്കും ഒരു ആക്യുറസി മരങ്ങൾ തമ്മിലുള്ള അകലത്തിനും എല്ലാറ്റിനും. വളരെ എല്ലാവരും ഇങ്ങനെ ഇരിക്കാനുള്ള, ഇവിടെ നമുക്ക് അല്പനേരം വിശ്രമിക്കാം. ഇവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം. അപ്പോൾ ഇതാണ് മക്കളെ ഇൻഫോസിസ് മൈസൂരിലെ ഇൻഫോസിസ് ക്യാമ്പസ്. അതിലത്തെ ട്രെയിനിങ് സെൻ്ററാണ്. ഈ KGF എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു പാലസിനെ പറ്റിയിട്ട്. ഈ പാലസൊക്കെ അതിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇവരുടെ ഓഫീസ് കെട്ടിടമൊക്കെ. ഇതാ വലിയൊരു ഗേറ്റ്, കവാടം. ആ ഹേയ് ലാർസൻ ആൻഡ് ടൂബ്രോ. ലാർസൻ ആൻഡ് ടൂബ്രോ LNT. പിന്നെ ആ ശരി. ആ ശരിക്കും സെക്രട്ടേറിയറ്റ് പോലെ ഉണ്ടല്ലേ, സെക്രട്ടേറിയറ്റിന്റെ മോഡൽ. LNT ഒന്നും അല്ല, അതെന്തോ വേറെ എന്തോ. സെക്രട്ടേറിയറ്റിന്റെ അതേ നമ്മളിതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ആ ഇൻഫോസിസിൻ്റെ ആ ഒരു ട്രെയിനിങ് സെൻറ്റർ, ആ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക്, ആ രാജകൊട്ടാരം പോലുള്ള ആ ഒരു കൊട്ടാരത്തിൻ്റെ ഉൾവശം കാണാനുള്ള ഒരു എന്താ പറയുക, ആഗ്രഹമെന്നോ ത്വരാന്നോ അഭിലാഷമെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ആ ഒരു ആഗ്രഹവും വെച്ച് അതിൻ്റെ അടുക്കലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ ചുറ്റുമൊന്ന് നോക്കി, അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച.
അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ മോളുടെ ഒരു കൊളീഗിനെ കണ്ടു. അവരുടെയും അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയും നമ്മൾ കണ്ടു. അവർ കണ്ണൂരിൽ നിന്നാണ്. ഞാൻ കന്നഡ പറഞ്ഞത് കണ്ടോ നീ? ಅವರು ಇವರು ഇത് ഇവര് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് സെന്റർ കം ആ കാണിച്ചു. ഇവിടുത്തെ HRD ഒക്കെ ഇവിടെ ആയിരിക്കും അല്ലേ? HRD അഡ്മിൻ നമ്മുടെ HR ഒക്കെ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ. അതെയോ? ഇതവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട് അല്ലേ? അങ്ങനെ പോയാൽ അങ്ങനെ തന്നെയല്ലേ കാണുന്നു ഈ ബിൽഡിങ്. രണ്ട് ഭാഗത്തും ഓരോ എസ്കലേറ്റർ അല്ല, ഒന്ന് ഇറങ്ങാനും ഒന്ന് കയറാനും. അപ്പോൾ ഈ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നടുത്തളത്തിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിയാലുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ താഴെ വന്ന് ആ സെൻറ്ററിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ, അങ്ങനെ പല വിധത്തിലുള്ള ആ സെൻറ്ററിൽ ഒത്ത നടുക്ക് നിന്നിട്ടുള്ള ഫോട്ടോ. അതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വലിയൊരു ഒരു ഷേപ്പിൽ ഓവൽ ഷേപ്പ് മാതിരിയാണ് ഉള്ളത് ആ ഒരു നടുത്തളം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു കൗതുകം. ഇത് അവിടെ നമുക്കിങ്ങനെ ഒരു സ്റ്റെയർ കേസ് താഴേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നെറ്റൊക്കെ ഉണ്ട്. അതെയോ? അപ്പം അവിടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് ഫുഡ് കോർട്ട് ഉള്ളത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ജ്യൂസ് കാരണം വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതൊക്കെ അങ്ങോട്ട് ദഹിച്ചിരിക്കുന്നു. നല്ല ഹെവി ഫുഡ് തന്നെയാണ് കഴിച്ചത്. പക്ഷെ അതൊക്കെ ഈ നടത്തത്തിൽ ദഹിച്ചു. പിന്നെ കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടി നമ്മൾ. അപ്പോൾ അതൊക്കെ ദഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ അവിടെ താഴെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്നുള്ളൊരു വിചാരത്തിലാണ്. ഇവിടെ വേറൊരു രീതിയിലാണ് കുട തൂക്കിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ മറ്റേ മരപ്പെട്ടിയിലല്ല, ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ പല വിധത്തിൽ, പല സൈസിൽ, പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഇതൊക്കെ. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതെന്താ ഇങ്ങനെ ഒരു ബിൽഡിങ്. നമുക്ക് ഓരോ തൂണിൻ്റെ വലിപ്പം നോക്ക്, തൂണിൻ്റെ ആ വണ്ണം. എൻ്റെ അമ്മച്ചി, എന്താണിത്? കടവ് ചോട്ടും അവിടെ പോയിട്ട് എല്ലാവരും ഒരാൾ ചെയ്തൊന്നും പറഞ്ഞേ. രാജാവും എല്ലാരും പോയതൊക്കെ നിങ്ങളെ വീഡിയോ കോളൊക്കെ ഞാൻ ചെയ്തില്ലേ? ഒക്കെ അവിടുന്നാണ്. ഇത് രാത്രി കാണാൻ നല്ല രസമാണ്. ഫുൾ ലൈറ്റ് ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ സാറ്റർഡേ കാരണം കുറേ കഫ്തേരിയ ഇവിടുത്തെ ഒഴിവാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ കഫ്തേരിയ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് അറിയില്ല. ഒന്ന് മാത്രം ഫ്ലോട്ടിങ് ഇതെന്ന് പറഞ്ഞു. ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ആണ് അല്ലേ? മറ്റേ ചെറിയ ചെറിയ കഫ്തേരിയകൾ, ഫുഡ് കോർട്ട് ഉണ്ട്. കഫ്തേരിയകൾ, ചെറിയ ചെറിയ കഫ്തേരിയകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇന്ന് സാറ്റർഡേ അധികം ഒന്നും, സാറ്റർഡേയും സൺഡേയും അതൊന്നും ഈ ഫുഡ് കോർട്ടുകളൊന്നും ചിലതൊക്കെ സാറ്റർഡേയും സൺഡേയും ഉണ്ടാവാറില്ല, ചിലതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒന്നുള്ളത് അതിലേക്ക് ഇപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ 5-6 ജ്യൂസ് കുടിക്കേണ്ടി വരും തോന്നുന്നു ഈ നടന്ന. ഇവിടെ നമ്മൾ കുറേ മരങ്ങൾ കാണുന്നുണ്ട്. ഇതൊന്നും വെറുതെ മരങ്ങളല്ല കേട്ടോ, ഇതൊന്നും വെറുതെ മരങ്ങളല്ല. ഇതെല്ലാം മെഡിസിനൽ വാല്യൂ ഉള്ള, ആയുർവേദത്തിനോ ഇല്ലെങ്കിൽ അങ്ങനെ മരുന്നുണ്ടാക്കാനോ ഒക്കെ ഉള്ള ഒരു മരുന്നുകൾ, ഇത് മരങ്ങളാണ്. അതിൻ്റെയൊക്കെ പേരുകൾ ഇതാ, ആൽസ്റ്റോണിയ ഷോളാറിസ്, അങ്ങനെ ആൽസ്റ്റോണിയ ഷോളാറിസിൻ്റെ വേറൊരു സംഭവം, അങ്ങനെ ഇത് അതിൻ്റെ എല്ലാം പേരുകളുണ്ട് കേട്ടോ അവിടെ. ഇതെല്ലാം രണ്ട് വശത്തും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഓരോ അതിൻ്റെ പേരുകൾ. രസമാണ് അതിൻ്റെ പരിപാടി.
അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല. ഇതിലൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഓരോന്നിനും അതിൻ്റെ പേരുകൾ എല്ലാറ്റിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ വേറെ കുറേ സംഭവങ്ങൾ. ഇത് തീരുന്നില്ല കേട്ടോ ഈ മരുന്നുകൾ, മരുന്ന് മരങ്ങൾ. ഇതൊരു മരുന്ന് മര ഏരിയയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മുളയാണ് കേട്ടോ, മുളയാണ് മുള. അപ്പുറത്ത് കണ്ടോ മുള, ലെഫ്റ്റ് സൈഡ് മുഴുവൻ മുളയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ബാമ്പു ഇതുണ്ട്. ഇതാ അത് കാണിച്ചു തരാം. ഈറ്റക്കാടുകൾ, മുളം കാട്. ആഹാ സൂപ്പർ, രസമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ പല സ്ഥലങ്ങളിലും അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീത്ത പറയും. അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഇവിടെ അലൗഡ് അല്ല സംഗതികൾ. ഈ ബിൽഡിങ്ങിന്റെ 3rd ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നോ? ഇതിന്റെ 3rd ഫ്ലോറിൽ, ഈ ബിൽഡിങ്ങിന്റെ 3rd ഫ്ലോർ. ഇവരെന്താ സ്റ്റെപ്പ് നോക്കി ഇറങ്ങാം. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം ഫോട്ടോ എടുക്കാറുള്ളത്. ഇവിടെ ഇവിടെയൊക്കെ സ്റ്റെപ്പുകളുണ്ട്. ഇതിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ നമുക്കൊരു മരപ്പാലവും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. നല്ല രസമായിട്ടുണ്ട് കാണാൻ. എന്താണെന്ന് നോക്കാം. ഓ, ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് കൂടെയാണ് നമ്മൾ നേരത്തെ നടന്നു പോയത്. അതേ കൂടെ അതാ ആ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ല ഫുട്ബോൾ കോർട്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. അതിൻ്റെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് അവിടെയാണ് എൻ്റെ ഓഫീസൊക്കെ ഉള്ളത്. ആ സൈഡ് അത് ഫുള്ളും ആ മുകളിൽ. എന്ത് രസം നോക്ക്, എന്ത് രസം നോക്ക് സംഭവം. ആ താഴെ കൂടെ ഒരു പുഴയും കൂടെ ഒഴുകി പോയാ രസമായി അല്ലേ? അതെയോ? ഓ ഓ ഓ, എവിടെ ആയിരുന്നു എന്നാ പറയണത് പുഴ. ഇതിൻ്റെ അടിയിൽ കൂടെ കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളി വൈബായിരിക്കില്ലേ? അപ്പൊ അങ്ങനത്തെ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ആ കണ്ടു, മനസ്സിലായി. ഇതെവിടെയൊക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാട്ടോ. അതെല്ലാം മരുന്ന് മരങ്ങളാ. ഇതെവിടെ വേറൊരു ബിൽഡിങ്. നമുക്ക് നടന്ന് മടുത്തു നമ്മൾ. കാരണം നമ്മൾ ഏകദേശം ഒരു ഉച്ച തൊട്ട് ഉച്ചയ്ക്ക് നടക്കാൻ തുടങ്ങിയതാണ്. അതേമാതിരി തന്നെ നമ്മൾ ഈ വണ്ടിയിൽ 4 മണി തൊട്ട്, രാവിലെ 4 മണി തൊട്ട് ഡ്രൈവ് ചെയ്യുന്നതും. അവിടുത്തെ കച്ചറ സാധനങ്ങളൊക്കെ പെറുക്കി എടുത്തിട്ട് പോകുന്ന ഒരു ട്രാക്ടർ. അടിപൊളി സെറ്റപ്പ്. ഫ്രണ്ട്സ്, ഇൻഫോസിസ് എന്ന് പറഞ്ഞ വലിയ ക്യാമ്പസിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നെല്ലാം നമ്മളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കാണും. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.